സ്നേഹമുള്ളവരെ, ഇന്ന് കൈത്തക്കാലം 3-ാമത്തെ ഞായറാഴ്ച. തിരുസമാതാവ് നമ്മുടെ ചിന്തയ്ക്കായി നൽകുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ 1 മുതൽ 12 വരെയും 35 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുനാഥൻ അന്ധനായ ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക. യേശുവും ശിഷ്യന്മാരും വഴിയെ നടന്നു പോകുമ്പോൾ ജന്മനാ അന്ധനായ ഒരു വ്യക്തിയെ കണ്ടു. ശിഷ്യന്മാർ യേശുവോട് ചോദിക്കുകയാണ്, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ എന്ന്. യേശുനാഥൻ അതിനുത്തരമായി പറയുകയാണ്, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരെയോ പാപനിമിത്തമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവന് പ്രകടമാകേണ്ടതിനാണ് എന്ന്. യേശു തമ്പുരാന് വേണമെങ്കിൽ അവനെ ഒറ്റ വാക്കിനാൽ സൗഖ്യപ്പെടുത്താമായിരുന്നു, കാഴ്ചയുണ്ടാകട്ടെ എന്ന് പറഞ്ഞ്. എന്നാൽ നാഥൻ അപ്രകാരമല്ല ചെയ്തത്. നിലത്ത് തുപ്പി ചെളിയുണ്ടാക്കി ആ ചെളി അവൻ്റെ കണ്ണിൽ പുരട്ടിയിട്ട് ശീലോഹ കുളത്തിൽ പോയി കഴുകുവാൻ പറഞ്ഞു. ശീലോഹ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ. അതെ, അവൻ ശീലോഹ കുളത്തിൽ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വരികയായിരുന്നു. അന്ധനെ യേശുനാഥൻ വീണ്ടും കണ്ടപ്പോൾ അവൻ ചോദിക്കുകയാണ്, നീ അവൻ വിശ്വസിക്കുന്നുവോ എന്ന്. അവൻ പറയാണ്, ഞാൻ അവൻ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് എന്ന്. അപ്പോൾ നാഥൻ അവനോട് മറുപടി പറയാണ്, നീ അവനെ കണ്ടു കഴിഞ്ഞു എന്ന്. യേശു ആണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് മനസ്സിലായപ്പോൾ അവൻ വിശ്വാസത്തോടുകൂടി കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഉറക്കെ ഏറ്റ് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ നാഥൻ പറയുകയാണ്, കാഴ്ചയുള്ളവർ അന്ധരാകേണ്ടതിനും കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടുന്നതിനും വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന്. ഈ ലോകത്ത് പലരും കാഴ്ചയുണ്ടെന്ന് നടിക്കുകയും എന്നാൽ ആത്മീയമായിട്ട് അന്ധതയിൽ കഴിയുകയും ചെയ്യുകയാണ്. പല യാഥാർത്ഥ്യങ്ങളെയും പച്ച യാഥാർത്ഥ്യങ്ങളെയും കാണാതെ പോകുന്നു. എന്നാൽ കാണേണ്ടതിനെ കണ്ണടച്ചിരുട്ടാക്കുന്നൊരവസ്ഥ. കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ള അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞപ്പോൾ പരീക്ഷയുടെ ചോദ്യം ഇപ്രകാരമാണ്, അപ്പോൾ ഞങ്ങളും അന്ധരാണോ എന്ന്. അവിടെയാണ് യേശുനാഥൻ ഇപ്രകാരം മറുപടി അറിയാം, നിങ്ങൾ അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ പാപം നിലനിൽക്കുന്നു എന്ന്. ഈ ലോകത്തിൽ എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു എന്ന് അഹങ്കരിക്കുന്ന ചില വ്യക്തികളുണ്ട്. കാണേണ്ട കാഴ്ചകളെ കാണാതെ പച്ച യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ കണ്ണടച്ച് കളയുന്ന ചില വ്യക്തികളുണ്ട്, ചില പ്രസ്ഥാനങ്ങളുണ്ട്. ചില സംഭവവികാസങ്ങളൊക്കെ നമുക്കറിയാം. ദുർഗിൽ പാവപ്പെട്ട കന്യാസ്ത്രീമാരെ ഛത്തീസ്ഗഡിൽ അവരെ ചോദ്യം ചെയ്യുന്ന ജ്യോതിഷ് ശർമ്മയെ നമുക്കറിയാം. അവരെ ചോദ്യം ചെയ്യുകയാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിൻ്റെ പേരിൽ. പ്രകാരം ചോദ്യം ചെയ്യുന്ന അന്ധരായ വ്യക്തികൾ അന്ധത നടിച്ചുകൊണ്ട് മനുഷ്യകുലത്തെ മുഴുവനും ഇപ്രകാരം ഇരുട്ടിലേക്ക് തള്ളി നീവിടാൻ ശ്രമിക്കുമ്പോൾ യേശുവാകുന്ന പ്രകാശത്തെ സ്വീകരിച്ചുകൊണ്ട് ആ പ്രകാശത്തിൽ നടക്കുവാനും മറ്റുള്ള പ്രകാശത്തിലേക്ക് ആനയിക്കാനും എൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ആത്മീയാന്തത മാറ്റിത്തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു തമ്പുരാൻ നിങ്ങളെല്ലാവരെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.